മക്കളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പരീക്ഷയൊക്കെ അടുത്തു അല്ലേ? നാളെയാണ് എക്സാം. അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതണം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലായിരുന്നടാ അരങ്ങും പൊരുളും എന്ന് പറയുന്നത്. കലയെക്കുറിച്ച്, കലയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ പഠിച്ചൊരു പാഠമായിരുന്നു നമ്മള് അരങ്ങും പൊരുളും എന്ന് പറഞ്ഞ യൂണിറ്റ്. അതിലുള്ള ഒന്നാമത്തെ പാഠം ഇല്ലായിരുന്നു നമ്മുടെ ചിത്രകാരി എന്ന് പറഞ്ഞ, ഇല്ലേ, ഷാഹിനി എഴുതിയിട്ടുള്ള ചിത്രകാരി എന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കേൾക്കുക. എന്താണ്, ഇതിലെ എല്ലാ ചോദ്യവും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ചുരുക്കം പറയുന്നതോടൊപ്പം എല്ലാത്തിൻ്റെ ആശയാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രം ആരായിരുന്നു? നമ്മുടെ ഫിസയാണ് അല്ലേ? ഫിസയും ഹാഫിസും ഉമ്മയും അടങ്ങുന്ന ആളുടെ കഥയാണ് ചിത്രകാരി മുന്നോട്ട് വെക്കുന്നത്. ചിത്രകാരി, നമ്മുടെ ഫിസ ഒരു ചിത്രകാരിയാണ്. സർഗാത്മക ജീവിതം വിവാഹത്തോടു കൂടിയിട്ട് നിഷേധിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഫിസ എന്ന് പറയുന്നത്. ഹാഫിസ് ഭർത്താവാണ് അല്ലേ? ഈ ഭർത്താവ് പുരുഷാധിപത്യ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. അവര് എന്താണ്, തൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ, കലാബോധം ഉള്ളതിൽ അത്ര രസത്തിൽ ഒക്കെയുള്ള ആളൊന്നുമല്ല അല്ലേ? അപ്പൊ നമുക്ക് ചിത്രകാരിയിലേക്ക് പോവാം. ചിത്രകാരി എന്ന കഥ കലാകാരിയായ സ്ത്രീയുടെ ആന്തരിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷാത്മകമായ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ്. നല്ല കടിച്ചാ പൊട്ടാത്ത കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എഴുതിയാൽ എന്താണ്, നല്ലതായിരിക്കും അല്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോണം. പിന്നെ ഈ കഥയെക്കുറിച്ച് ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു അഭിപ്രായം കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. കലാകാരിയുടെ ജീവിതം മധുരം നിറഞ്ഞ നഞ്ചു പോലെയാണ് എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ നിരീക്ഷണം ഈ കഥയുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതുമ്പോൾ എന്താണ്, മാർക്ക് കിട്ടാനുള്ള സാധ്യത അങ്ങ് കൂടും. കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെയും പുരുഷന്റെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമൂഹത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത് അല്ലെ? ഒരു സമൂഹത്തിൽ പുരുഷന് ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങളിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നൊക്കെ. നമ്മളിപ്പോഴും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളും അനുഭവിക്കുന്നുണ്ട്. അടിക്കല് തുടക്കല് അതൊക്കെയാണ് സ്ത്രീയുടെ ജോലി എന്നും മറ്റുള്ള വീട്ടിൽ കയറി പോകേണ്ട ആളാണെന്നും എന്നുള്ള വാക്കുകൾ എന്താണ് ചെറുപ്പം കാലം മുതലേ നമ്മൾ കേട്ടുവരുന്നതാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമൂഹത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. അത് പലപ്പോഴും പ്രതിലോമകരവും വളരെ യാഥാസ്ഥിതികവുമാണ്. കലാകാരിയായ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഈ അവസ്ഥ കുറെ കൂടി ദുസ്സഹവുമാണ് അല്ലെ? കലാകാരികൾ പലപ്പോഴും വിവാഹത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന സാഹചര്യത്തിൽ കലാജീവിതം അങ്ങ് ഇല്ലാതാക്കും. നമ്മുടെ സിനിമാ നടികളെയൊക്കെ എടുത്തു നോക്കിയാൽ മതി. അവരൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പം കുറെ കൂടി കുറവാണ്. പണ്ട് കാലത്തെ സിനിമാ നടികളൊക്കെ വിവാഹത്തോട് കൂടിയിട്ട് തൻ്റെ കലാജീവിതമൊക്കെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലേ വേണ്ടടാ? നമ്മുടെ സമൂഹത്തിൽ തന്നെ വിദ്യാഭ്യാസം ഒരു പാതി വഴിയിൽ ചിലപ്പം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരാറില്ലേ? സാംസ്കാരിക കുടുംബ വ്യവസ്ഥയ്ക്ക് അകത്ത് പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീക്ക് കഴിയുന്നില്ല, വിശേഷിച്ചും കലാകാരികൾക്ക്. സർഗശേഷി വിമോചനത്തിനുള്ള വഴിയൊരുക്കലാണ്. എന്നാൽ സർഗാത്മകമായി ആവിഷ്കരിക്കാനോ സ്വയം അടയാളപ്പെടുത്താനോ പലപ്പോഴും സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പുരുഷ കേന്ദ്രീകൃതമായ കുടുംബ വ്യവസ്ഥ അതിനൊരു തടസ്സമാണ്. വിധിവിലക്കുകൾക്കകത്ത് ജീവിക്കുക എന്ന ഒട്ടും പുരോഗമനപരമല്ലാത്ത ജീവിത വ്യവസ്ഥയെ അവതരിപ്പിക്കുക വഴി എല്ലാം തുറന്നു പറയുക എന്ന സത്യസന്ധവും ധീരവുമായ ഒരു പ്രവർത്തനമാണ് കഥാകാരി ചെയ്യുന്നത്. വരച്ചു പൂർത്തിയാക്കാത്ത ചിത്രം, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പഠനം, ഇവയെല്ലാം പെൺജീവിതത്തിന്റെ ചില കാലിഡോസ്കോപ്പ് ചിത്രങ്ങളാണ്. ഓരോ ജീവിതവും ഓരോ നിമിഷം വ്യവസ്ഥകളോട് കലഹിച്ച് ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഫിസ എന്ന് പറയുന്നത്. തൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാവരും തനിക്ക് എതിരായിട്ടും അതിനോടൊക്കെ കലഹിച്ച് തൻ്റെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫിസ ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകളുടെ സാമൂഹിക ബന്ധങ്ങളും വിനിമയങ്ങളുമെല്ലാം സ്ഥലകാലങ്ങൾക്കകത്ത് പരിമിതപ്പെട്ടതാണ് എന്ന തെറ്റായ സാമൂഹിക ബോധത്തെ മറികടക്കാനാണ് കഥാകാരി ഈ കഥയിലൂടെ ശ്രമിക്കുന്നത്. ഇത് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത്രയൊന്നും ഇല്ലെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കഥാനായികയായ ഫിസ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വിവാഹം ചെയ്തു കൊണ്ടുവന്ന അസാമാന്യ പ്രതിഭയുള്ള ചിത്രകാരിയാണ്. അവളുടെ മനസ്സു നിറയെ നിറങ്ങളാണ്.
അവള് ആനന്ദം കണ്ടെത്തുന്നത് ചിത്രം വരച്ചുകൊണ്ടാണ്. അതേ നേരം തന്നെ കുടുംബ വ്യവസ്ഥയെ, സ്നേഹബന്ധങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കാത്തവള് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ തള്ളി പറയാനും ഫിസ നിൽക്കുന്നില്ല. വീട്ടുകാർ അവൾക്ക് കണ്ടെത്തി നൽകുന്ന വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ സർഗജീവിതം തുടരും എന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ. ഹാഫിസിന്റെ കല്യാണ ആലോചന വന്ന സമയത്ത് തന്നെ ഫിസ പറയുന്നുണ്ട്, ഞാൻ വരയ്ക്കുന്നവളാണ്, എനിക്ക് അത് കഴിഞ്ഞും വിവാഹം കഴിഞ്ഞും വരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഇനി ഫിസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അവളുടെ വരൻ ചോദിക്കുമ്പോൾ, പെണ്ണ് കാണാൻ വന്ന സമയത്ത് നമ്മുടെ ഹാഫിസ് ചോദിക്കുന്നതിനും ഫിസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ശരിയായ അർത്ഥം ഇളങ്കാറ്റ്, സുഗന്ധം, പരിശുദ്ധം എന്നൊക്കെ ആയിരുന്നിട്ട് കൂടി മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രകൃതിയുടെ മങ്ങിയ പച്ചകളും മഞ്ഞകളും ചുവപ്പ് നിറഞ്ഞ മനോഹരമായ തൻ്റെ ഒരു ഛായാചിത്രം അയാൾക്ക് മുന്നിലേക്ക് അവൾ നീക്കി വെക്കുന്നുണ്ട്. അപ്പം അവൾ തന്നെ വിശേഷിപ്പിക്കുന്നത് മൂടൽമഞ്ഞ് എന്നാണ്. മൂടൽമഞ്ഞ് സ്വന്തം ആന്തരിക ലോകത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ആ മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ വാക്കിലൂടെ. അവളുടെ പേരിന് അവൾ കണ്ടെത്തുന്ന അർത്ഥമാണ് അത്. മൂടൽമഞ്ഞ് ഒരേ സമയം നിഗൂഢവും സുന്ദരവുമാണല്ലോ. അതുപോലെ തന്നെയാണ് ഫിസ എന്ന് പറയുന്ന കഥാപാത്രം. നിഗൂഢാണ് കുറെ കൂടി, പിന്നെ എന്താണ്, സുന്ദരവുമാണ്. മൂടൽമഞ്ഞിലെ കാഴ്ചകൾ കാണാൻ, അറിയാൻ, അതിൻ്റെ ഉൾലോകങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അതിന് അയാൾക്ക് കഴിയുന്നില്ല. വളരെ പ്രായോഗികമായി ജീവിക്കുന്ന യാഥാസ്ഥിതികമായ ജീവിതത്തെ, പെൺജീവിതത്തെ നോക്കിക്കാണുന്ന അയാളുടെ ലോകം പണം, നല്ല ഭക്ഷണം, പൊള്ളയായ വിനോദങ്ങൾ ഇതൊക്കെ നിറഞ്ഞ ഇടുങ്ങിയ ഒരു ഇടമാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുക, പണത്തോടും അതിനോടൊക്കെയാണ് താല്പര്യമുള്ളത്. കലാബോധം ഒട്ടും തീണ്ടാത്ത അയാള് തൻ്റെ ഭാര്യയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനോ അല്ലെങ്കിൽ അവളുടെ ഹൃദയം മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഫിസയുടെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ അയാളുടെ ഒരു സുഹൃത്ത് അവളുടെ കലാലോകത്തെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അയാൾക്ക് ഒരു തരം അപകർഷവും അസ്വാസ്ഥ്യവും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ഹാഫിസിന്റെ ഫ്രണ്ട് ഇല്ല എന്നട, അവളുടെ കഴിവിനെ കുറിച്ചും കോളേജിലെ ജീവിതത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഹാഫിസിന് ഒരു അപകർഷതാബോധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കലയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രത്യാശയോടുകൂടിയാണ് അവൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കലയെ ഒരു അനാവശ്യ ഘടകവും ജീവിതത്തിൽ അപ്രസക്തവുമായി കരുതുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയിലാണ് താൻ ചെന്നുപെട്ടത് എന്ന് പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചറിയുന്നുണ്ട്. അടുപ്പത്തെ പണി ഒരു കടലാ ഫിസേ, അതിൻ്റെ പെയിന്റ് അടിക്കൽ പോലല്ലാതെ. അവളുടെ അമ്മായിയമ്മ പറയുന്ന അല്ലെ, ഉമ്മ പറയുന്നതാണ്. കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കാം, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കാം, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി എന്ന സംഭാഷണത്തിലൂടെ ഭർത്താവിൻ്റെ ഉമ്മ ആ കുടുംബത്തിലെ സ്ത്രീകളുടെ നില വ്യക്തമാക്കിക്കൊണ്ട് ഫിസയുടെ സർഗാത്മക ജീവിതത്തെ, ആന്തരിക ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഫിസയുടെ കഥാപാത്ര നിരൂപണത്തിന് വേണ്ട സാധനം കിട്ടി. ഹാഫിസിന്റെ കിട്ടി, ഉമ്മയുടെ കിട്ടി അല്ലേ. ഇവരെന്താണ്, സാമ്പ്രദായികമായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ചുറ്റുപാടിലും ജീവിക്കുന്നവരാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അങ്ങനെ തന്നെയാണ്. പെണ്ണ് എന്ന് പറഞ്ഞ അടക്കോ ഒതുക്കോ ഉള്ള അടുക്കളയിൽ ജീവിക്കേണ്ട, ഭർത്താവിനെയും കുട്ടികളെയും നോക്കേണ്ട ഒരാൾ മാത്രമായിട്ടാണ് അവര് പരിഗണിക്കുന്നത്. തന്റെ കുടുംബജീവിതത്തിന്റെ അസാധാരണമായ ഒഴുക്കിനെ ബാധിക്കുമോ ഫിസയുടെ ആന്തരിക ലോകം എന്ന ഭയം ഭർത്താവായ ഹാഫിസിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ആന്തരിക ലോകത്തെ അയാൾ വെറുക്കുന്നുണ്ട്. ഒരു പണ്ടാരവും വേണ്ട. അവളുടെ വരയനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പണ്ടാരവും നീ വരയ്ക്കണ്ട എന്ന ഒറ്റ പറച്ചിലൂടെ ഫിസയുടെ അകംപുറം ലോകങ്ങൾക്ക് ഹാഫിസ് കൃത്യമായ പരിധി വെക്കുന്നുണ്ട്. സർഗാത്മക ജീവിതവും കുടുംബ വ്യവസ്ഥയും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വേള ഫിസയുടെ ജീവിതത്തിൽ നിറങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവള് വരയ്ക്കാതാവുന്നുണ്ട്. അപ്പൊ എന്താണ്, ഹാഫിസിന് സന്തോഷമാവുകയാണ്. അവള് പണി അവിടെ നിർത്തി എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അത് എന്നേക്കുമുള്ളതാണ് എന്ന് കരുതിയ ഹാഫിസിനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഫിസ വീണ്ടും വരയ്ക്കാൻ തുടങ്ങുന്നു. കലയുടെ അഗ്നിചാരം മൂടിക്കിടന്നേക്കാം, പക്ഷെ അത് കിട്ടുപോകുന്നില്ല. കല എന്ന് പറയുന്നത് അവനവന്റെ ഞരമ്പിലുള്ള സാധനമാണ്. അതൊരിക്കലും എന്താണ്, കിട്ടുപോവില്ല. അതാണ് ഫിസയിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. കലാകാരിയുടെ ആന്തരിക ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. മികച്ച കുടുംബത്തെ രൂപീകരിച്ചെടുക്കുന്ന ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാം നന്നായി പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് ആത്യന്തികമായി നല്ല സ്ത്രീ എന്നാണ് ഈ കഥയിലെ ഫിസയുടെ കുടുംബാംഗങ്ങളുടെ
സങ്കല്പം എന്ന് പറയുന്നത്. സ്ത്രീ എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അടക്കം ഒതുക്കമുള്ള, പുരുഷനെ നോക്കുന്ന ഒരു എന്താ നമ്മൾ പറയാ, പതിവ്രതയായിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഈ കഥയിലുള്ള കുടുംബത്തിനും ഉള്ളത്. കലാകാരിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീക്ഷ്ണമായ ഒരു ലോകം കൂടി അവൾക്കുണ്ട്. അത് അംഗീകരിക്കാൻ ഈ കഥയിലെ യാഥാസ്ഥിതിക ഭർത്താവും മറ്റു കുടുംബാംഗങ്ങളും ഭയപ്പെടുന്നത് നിശ്ചിതമായ സങ്കല്പത്തിൽ നിന്ന് അവൾ തെന്നിപ്പോയാലോ എന്ന ഭയപ്പാടോടു കൂടിയാണ്. അപ്പം കലാകാരന്മാർക്ക് സ്വാതന്ത്ര്യബോധവും പിന്നെ എല്ലാത്തിൽ നിന്നും മോചനം നേടാനുള്ള വിചാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ് ഹാഫിസും ഉമ്മയും ഒക്കെ ഇവളെ കലയെ തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പറയും. എത്ര ശ്രമിച്ചാലും നിലവിലുള്ള കുടുംബ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ആന്തരിക ലോകത്തിന്റെ പ്രകാശനം സാധ്യമാകില്ല എന്ന തിരിച്ചറിവിലെത്തുന്നുണ്ട് കഥാനായിക. സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹിക വിലക്കുകളെ മറികടന്ന് മുന്നോട്ട് വെക്കുന്ന സ്ത്രീകളുടെ പൊതുസമൂഹം ഇന്ന് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്തരം സാമൂഹികപരമായ മുന്നേറ്റത്തിന്റെ സർഗാത്മകമായ ആവിഷ്കാരമാണ് നമ്മുടെ ചിത്രകാരി എന്ന് പറഞ്ഞ കഥ. നമ്മൾ സ്ത്രീകളെ കുറിച്ച് നമുക്ക് എന്താണ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിലുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞതിലുണ്ട്. അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം, ഹാഫിസ്, ഉമ്മ, പിന്നെ ഫിസ, ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നമ്മളിപ്പം പറഞ്ഞു തീർത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേറൊന്നായിട്ട്